Hi viewers, today we are going to discuss about the interview method of data collection. Following are the methods of data collection. Already discussed about observation. Now we are going to discuss about the interview method of data collection. Interviewing is one of the prominent methods of data collection. പ്രൈമറി ഡേറ്റ കളക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ്സിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ ഒന്നാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഒട്ടുമിക്ക റിസർച്ചേഴ്സും ഇൻ്റർവ്യൂ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ two-way systematic conversation between an investigator and informant. Initiative for obtaining information relevant to a specific study. ഇവിടുത്തെ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത, നിങ്ങൾ സ്കിൽ എൻഹാൻസ്മെൻറ്റിൽ ഇൻ്റർവ്യൂ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നെയാണ് ഇതും. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഡേറ്റ ആവശ്യമായിട്ടുള്ളത് അവരെയാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. ഡേറ്റ അന്വേഷിച്ച് ആരാണോ നടക്കുന്നത് അവരെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റിഗേറ്ററും ഇൻഫോർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ നൽകുന്ന ആൾക്കാരെയാണ് ഇൻഫോർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററും, അതായത് ഡേറ്റ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയും ഇൻഫോർമേഷൻ നൽകുന്ന വ്യക്തിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതും അതുപോലെ മറ്റൊരാൾ ഇൻഫോർമേഷൻ നൽകുന്നതും ഒരു പഠനം നടത്തുവാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്പെസിഫിക് സ്റ്റഡി നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റർ ഇൻഫോർമെൻറ്റിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന കോൺവെർസേഷനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റഡി എന്നുദ്ദേശിക്കുന്നത് റിസർച്ച് പോലെയുള്ള പഠനങ്ങളെയാണ്. The importance of interview method is that it may be used either as a main method or as a supplementary one for collecting data. ചില റിസർച്ചേഴ്സ് ആ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഡേറ്റയും ഇൻ്റർവ്യൂ മെത്തേഡിലൂടെ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ചില റിസർച്ചിൽ ഇതൊരു മെയിൻ മെത്തേഡായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. എല്ലാ റെസ്പോണ്ടൻസിനെയും ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ തന്നെ ഡേറ്റ കളക്ട് ചെയ്യും. പക്ഷെ ചില റിസർച്ചേഴ്സ് മറ്റു മെത്തേഡ്സിൻ്റെ കൂടെ ഇൻ്റർവ്യൂ മെത്തേഡും കൂടെ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റിസർച്ചർ ഒബ്സർവേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒബ്സർവ് ചെയ്യും റെസ്പോണ്ടൻസിനെ, പക്ഷേ അതിനോടൊപ്പം തന്നെയും കുറച്ച് റെസ്പോണ്ടൻസിൽ നിന്നും ഡേറ്റ ഇൻ്റർവ്യൂവിലൂടെയും കളക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒബ്സർവേഷൻ ഒരു മെയിൻ മെത്തേഡായിട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൂടെ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിലൂടെയും റിസർച്ചർ ഡേറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സപ്ലിമെൻ്ററി മെത്തേഡായിട്ടും ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ദെൻ interviewing is the only method used for gathering information from illiterate or less educated respondents. അതുപോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്തവരാണ് റെസ്പോണ്ടൻസ് എന്ന് കരുതുക. അവരിൽ നിന്നൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുവാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇൻ്റർവ്യൂ തന്നെയാണ്. അല്ലാതെ അവരുടെ കയ്യിലേക്ക് ഒരു ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് തരൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് അത് വായിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അപ്പോൾ വളരെയധികം വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് റെസ്പോണ്ടൻസ് എങ്കിൽ എന്ന് പറഞ്ഞാൽ എഴുതാനോ വായിക്കാനോ അറിയാത്തവരോ അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും
വായിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തവരൊക്കെയാണ് റെസ്പോണ്ടൻസ് എങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡാണ് ഏറ്റവും മികച്ചത്. അവരെ ഇൻ്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, ഡേറ്റ കളക്ട് ചെയ്യാം. ഇൻ്റർവ്യൂ ഈസ് ഓഫൺ സുപ്പീരിയർ ടു അതർ ഡേറ്റ ഗ്യാതറിംഗ് മെത്തേഡ്സ്. പല കാര്യങ്ങൾ കൊണ്ടും ഇൻ്റർവ്യൂ മറ്റ് മെത്തേഡ്സിനേക്കാളും വളരെ മികച്ചത് തന്നെയാണ്. Through interview, the researcher can identify respondents' gestures, facial expressions, etc. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ്, ഒരു വ്യക്തിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇവയൊക്കെയും മനസ്സിലാക്കാൻ കഴിയും. കാരണം അതൊക്കെയും കമ്മ്യൂണിക്കേഷൻ്റെ ചില ഫോംസ് ആണല്ലോ, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പോലും ഇൻ്റർവ്യൂവർക്ക് റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് റെസ്പോണ്ടൻസിന് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ ഒരു റെസ്പോണ്ടൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നേരിട്ട് റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡും ഒക്കെയും അവരുടെ ബോഡി ലാംഗ്വേജ് അതിൽ കൂടെ തന്നെയും മനസ്സിലാക്കുവാൻ സഹായിക്കുന്നത് ഇൻ്റർവ്യൂ ആണ്. നെക്സ്റ്റ്, ഇൻ്റർവ്യൂ പ്രോസസ്സ്. The interview process may consist of preparation, introduction, developing rapport, carrying the interview forward, recording the interview, and closing the interview. Let us discuss these in detail. Preparation. The interviewing need a preparation. ഇൻ്റർവ്യൂവിങ് വളരെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രിപ്പറേഷൻ കൂടാതെ ഇൻ്റർവ്യൂവർ ഡേറ്റ കളക്ട് ചെയ്യാൻ പോയാൽ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആകുകയുള്ളൂ, ടൈം വേസ്റ്റ് ആകുകയുള്ളൂ. വളരെയധികം തയ്യാറെടുപ്പുകളോടെ ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ആവശ്യമുള്ള ഡേറ്റ കൃത്യസമയത്ത് ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ദ ഇൻ്റർവ്യൂവർ ഷുഡ് ഹാവ് ദ ലിസ്റ്റ് ഓഫ് റെസ്പോണ്ടൻസ്. ഏതൊക്കെ റെസ്പോണ്ടൻസിനെ കണ്ടാലാണോ ഡേറ്റ ലഭ്യമാകുക അവരുടെ ഒരു ലിസ്റ്റ് കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ നടത്താൻ സാധിക്കും. റെസ്പോണ്ടൻസ് ആരൊക്കെയാണെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ ഇൻ്റർവ്യൂ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ ആരിൽ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത് ആ റെസ്പോണ്ടൻസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ഫൈൻഡ് ഔട്ട് ദ ജനറൽ റുട്ടീൻ ഓഫ് റെസ്പോണ്ടൻസ്. ജനറൽ റുട്ടീൻ എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടൻസ് ഓരോരുത്തരും ഓരോ രീതിയിലുള്ളവരാണ്, ഓരോ ജോലി ചെയ്യുന്നവരാണ്, ഓരോരോ തിരക്കുള്ളവരായിരിക്കും. അപ്പോൾ അവർ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ റെസ്പോണ്ടൻസിന് അതൊരു ബുദ്ധിമുട്ടാകും. കൃത്യമായിട്ടുള്ള ഡേറ്റ നൽകുകയുമില്ല, അവരവരുടെ ജോലിയിൽ എൻഗേജ്ഡ് ആണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ടൻസിൻ്റെ ഒരു ജനറൽ റുട്ടീൻ, അവരുടെ ഒരു ദിനചര്യ, ഏകദേശമുള്ളൊരു ദിനചര്യ, അവർ ഓഫീസിൽ പോകുന്ന ടൈം, അവർ ഫ്രീ ആകുന്ന ഒരു ടൈം, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർ ഫ്രീ ആകുന്ന ഒരു ടൈമിലാണ് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതെങ്കിൽ അവർ കൃത്യമായിട്ട് ഡേറ്റ തരും. ഒരു ബിസി ആയിട്ടിരിക്കുന്ന സമയത്താണ് ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ദേശിച്ചതുപോലെ ഡേറ്റ തരികയുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജനറൽ റുട്ടീൻ മനസ്സിലാക്കുന്നത്, അവരുടെ ഒരു ദിനചര്യ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ തിങ്ക് അബൌട്ട് ഹൗ ടു അപ്രോച്ച് റെസ്പോണ്ടൻസ്. അതിനുശേഷം റെസ്പോണ്ടൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതും കൂടെ ചിന്തിച്ചുറപ്പിച്ചിട്ട് വേണം അവരെ മീറ്റ് ചെയ്യാൻ. ഓരോ റെസ്പോണ്ടൻസിനും ഓരോ രീതികളാണ്. അപ്പോൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് അവരോടുള്ള അപ്രോച്ച് ആകാൻ പാടില്ല കസ്റ്റമേഴ്സിനോട്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വളരെ ബിസി ആയിട്ടുള്ളവരോടത്ത് വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്യണം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറുള്ള റെസ്പോണ്ടൻസ് ആണെങ്കിൽ അങ്ങനെ സാവധാനം ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ റെസ്പോണ്ടൻസിൻ്റെ രീതി, റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് വേണം അവരെ മീറ്റ് ചെയ്യാൻ.
അടുത്തത് കം അക്രോസ് നോൺ കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പോണ്ടൻസ്. പല റെസ്പോണ്ടൻസും നോൺ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകില്ല. അത് പൊതുവായിട്ടുള്ളൊരു രീതി തന്നെയാണ്. ഒരിക്കലും ഇൻ്റർവ്യൂവർ വിചാരിക്കുന്നത് പോലെ മുഴുവൻ റെസ്പോണ്ടൻസും ചോദിക്കുന്ന എല്ലാത്തിനും റെസ്പോൺസസ് നൽകണമെന്നില്ല, ഉത്തരങ്ങൾ നൽകണമെന്നില്ല. അങ്ങനെ ഉത്തരങ്ങൾ നൽകാത്തതിനെയാണ് നോൺ കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മറികടക്കണം. അതിനും കൂടെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വേണം ഇൻ്റർവ്യൂവർ റെസ്പോണ്ടൻസിനെ കാണാൻ. അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കണം ഇൻ്റർവ്യൂവർ. അതൊരു ഇൻ്റർവ്യൂവറിൻ്റെ സ്കില്ലാണ്. നേരത്തെ അത് മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളതും അറിഞ്ഞുകൊണ്ട് വേണം അവർ ഇൻ്റർവ്യൂ നടത്താൻ. ഇതെല്ലാം പ്രിപ്പറേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഇൻട്രൊഡക്ഷൻ. ഇൻ്റർവ്യൂ എങ്ങനെയാണ് നടത്തേണ്ടുന്നത് എന്നതിനെക്കുറിച്ചുള്ള പ്രിപ്പറേഷൻസിനെല്ലാം ശേഷം നേരെ അങ്ങ് ഇൻ്റർവ്യൂ നടത്തുകയല്ല ചെയ്യേണ്ടുന്നത്. അതിന് മുൻപായി റെസ്പോണ്ടൻസിനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകണം. അതാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇൻ്റർവ്യൂവർ ഈസ് എ സ്ട്രേഞ്ചർ ടു ദ റെസ്പോണ്ടൻസ്. റെസ്പോണ്ടൻസിനെ സംബന്ധിച്ച് ഇൻ്റർവ്യൂവർ ഒരു അപരിചിതനാണ്. ഇൻ്റർവ്യൂവറിനെ നേരത്തെ കണ്ട് പരിചയമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ലല്ലോ. Therefore, he should be properly introduced to each of the respondents. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇൻ്റർവ്യൂവർ ഓരോ റെസ്പോണ്ടൻറ്റിനോടും ഇൻ്റർവ്യൂവർ ആരാണെന്നും എന്താണ് ഇൻ്റർവ്യൂവിൻ്റെ പേർപ്പസ് എന്നും എന്താണ് ടോപ്പിക് അതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകണം. ഇപ്പോൾ റെസ്പോണ്ടൻസ് ഒരു ഗ്രൂപ്പാണെങ്കിൽ കുഴപ്പമില്ല, സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നൽകിയാൽ മതിയാകും. പക്ഷേ ഓരോരോ റെസ്പോണ്ടൻറ്റിനെയാണ് കാണേണ്ടതെങ്കിൽ ഓരോരുത്തരോടും ഇൻ്റർവ്യൂവർ ടോപ്പിക്കിനെ കുറിച്ചും ഇൻ്റർവ്യൂവറിനെ കുറിച്ചുമൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വേരീസ് അക്കോർഡിംഗ് ടു ദ ടൈപ്സ് ഓഫ് റെസ്പോണ്ടൻസ്. ഓരോ റെസ്പോണ്ടൻറ്റും ഓരോ രീതിയിലായിരിക്കും. അവരുടെ രീതി അനുസരിച്ചിട്ടാണ് ഇൻ്റർവ്യൂവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകേണ്ടുന്നത്. ഉദാഹരണത്തിന് ചില റെസ്പോണ്ടൻസിന് ആ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവ് കുറച്ചൊക്കെ ഉണ്ടാകുമായിരിക്കും. അവരോട് ഒത്തിരി ആ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. എന്നാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് അത്രയൊന്നും അറിയാൻ പാടില്ലാത്ത റെസ്പോണ്ടൻസ് ആണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇൻ്റർവ്യൂവർ നൽകേണ്ടതായിട്ട് വരും സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ റെസ്പോണ്ടൻസിൻ്റെ രീതി അനുസരിച്ച്, അതാണ് ടൈപ്പ് ഓഫ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. റെസ്പോണ്ടൻസിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ആണ് ഇൻ്റർവ്യൂവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകേണ്ടുന്നത്. വെൻ സ്റ്റഡി ആൻഡ് ഓർഗനൈസേഷൻ, ഫസ്റ്റ്ലി അപ്രോച്ച് ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. When study a community, the interviewer should approach the community leader. ഇനി ഇൻ്റർവ്യൂവർ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവരാണ് റെസ്പോണ്ടൻസ് എന്ന് കരുതുക. അപ്പോൾ ഇൻ്റർവ്യൂവർ നേരെ ഓർഗനൈസേഷനകത്ത് ചെന്ന് അവിടുത്തെ എംപ്ലോയീസിനെ, അതായത് റെസ്പോണ്ടൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുകയല്ല വേണ്ടുന്നത്. ആ ഓർഗനൈസേഷൻ്റെ അതോറിറ്റി ആരിൽ നിന്നാണ് പെർമിഷൻ വാങ്ങിക്കേണ്ടുന്നത് അവർ പോയി കണ്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് അവരുടെ ഒരു കോഓപ്പറേഷനും എൻഷുർ ചെയ്ത് ഉറപ്പാക്കിയിട്ട് വേണം റെസ്പോണ്ടൻസിനെ പോയി കാണാൻ. ഇനി ഒരു കമ്മ്യൂണിറ്റിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ലീഡറിനെ ഒന്ന് കാണണം. കമ്മ്യൂണിറ്റി ലീഡറിനെ കണ്ട് എല്ലാ സഹായങ്ങളും എല്ലാ സഹകരണങ്ങളും ഉറപ്പ് വരുത്തിയിട്ട് വേണം അവിടെയുള്ള റെസ്പോണ്ടൻസിനെ സമീപിക്കാൻ. ദെൻ വിത്ത് എ സ്മൈൽ ഗ്രീറ്റ് ദ റെസ്പോണ്ടൻസ്. ഇനി അടുത്തതായി റെസ്പോണ്ടൻസിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂവറിൻ്റെ ഒരു സമീപനം. വിത്ത് എ സ്മൈൽ ഗ്രീറ്റ് ദ റെസ്പോണ്ടൻസ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള മുഖഭാവത്തോടെ വേണം റെസ്പോണ്ടൻസിനെ ഗ്രീറ്റ് ചെയ്യാൻ. ആദ്യം കാണുമ്പോൾ തന്നെയും അവർക്ക്
ഇൻ്റർവ്യൂവിലൊരു ഇൻട്രസ്റ്റ് തോന്നിക്കത്തക്ക രീതിയിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കണം വേണ്ടുന്നത്. ഐഡൻറ്റിഫൈ ദ റെസ്പോണ്ടൻസ് വിത്ത് ദെയർ നെയിംസ്. ഓരോ റെസ്പോണ്ടൻറ്റിൻ്റെയും പേരറിഞ്ഞിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ ആ പേര് പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യേണ്ടുന്നത്. അതാണ് ഏറ്റവും മര്യാദയുള്ള ഒരു രീതി. അഷ്വർ ദ കോൺഫിഡൻസ് ഓഫ് ഇൻ്റർവ്യൂ. വളരെ കോൺഫിഡൻസോടുകൂടെ വേണം ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ മികച്ചതാണെന്നും ഇതുകൊണ്ടൊരു പ്രയോജനമുണ്ടെന്നും ആ റെസ്പോണ്ടൻസിനെ ബോധ്യപ്പെടുത്തി അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസോടുകൂടെ വേണം അവരെ സമീപിക്കാൻ. എക്സ്പ്ലെയിൻ ദ യൂസ്ഫുൾനെസ് ഓഫ് സ്റ്റഡി. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വളരെ കോൺഫിഡൻസോടുകൂടെ പറയുക. അതുമാത്രവുമല്ല, ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നടത്താൻ പോകുന്ന പഠനത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടെന്ന് കണ്ടെങ്കിൽ മാത്രമേ റെസ്പോണ്ടൻസ് ഈ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയുള്ളൂ. അവർക്കും കൂടെ പ്രയോജനമുള്ളതാണ് എന്ന രീതിയിൽ വേണം ഒരു ഇൻട്രഡക്ഷൻ നൽകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവർ റെസ്പോണ്ടൻസിനോട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നൽകേണ്ടുന്നത്. ഇൻ്റർവ്യൂ പ്രോസസ്സിൻ്റെ അടുത്ത സ്റ്റെപ്സ് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യും.